ഞാൻ ആദ്യമായിട്ട് എല്ലാവർക്കും എന്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈ നല്ലൊരു ദിവസം എനിക്ക് തന്നതിന് എന്റെ ദൈവത്തിന് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു. പിന്നെ ഈ പ്രസ്ഥാനം നമ്മുടെ കൈകളിലേക്ക് തന്ന TCG സാറിനെയും പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള സൗരജ് സാറും പ്രിയങ്ക മാഡത്തിനെയും സ്നേഹത്തോട് ഞാൻ നന്ദിയോട് ഓർക്കുന്നു. അതുപോലെ നമ്മുടെ സഫീർ മൂർത്തി സാറിനെയും അഖില മാഡത്തിനെയും ഞാൻ നന്ദിയോട് ഓർക്കുന്നു. നമ്മുടെ റൂബി ബിനു സാറിനെയും സിസിലി മാഡത്തിനെയും ഞാൻ നന്ദിയോട് ഓർക്കുന്നു. പിന്നെ നമ്മുടെ മെന്ററും മോട്ടിവേറ്ററുമായ നമ്മുടെ പ്രിയപ്പെട്ട ബാബു സാറിനെയും ജെമിനി മാഡത്തിനെയും സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു, നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ തലത്തൊട്ടപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ കൈപ്പുഴ ജോ സാറിനെയും ഞാൻ നന്ദിയോട് ഓർക്കുന്നു. പിന്നെ നമ്മുടെ ഓൾ ഇന്ത്യൻ ഹൈജീൻ ട്രെയിനറായ ശ്രീലത ടീച്ചറിനെയും പ്രദീപ് സാറിനെയും ഞാൻ ഓർക്കുന്നു. പിന്നെ നമ്മുടെ ഉണർവ് എന്ന പ്ലാറ്റ്ഫോം നമുക്ക് തന്ന് എപ്പോഴും നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന രജുമൻ സാറിനെ നന്ദിയോട് ഓർക്കുന്നു. പിന്നെ എന്റെ ഈ പ്രസ്ഥാനം എന്റെ കൈകളിലേക്ക് തന്ന എന്റെ അപ്ലൈനും എന്റെ ബ്രദറുമായ പ്രിൻസ് സാറിനെ ഞാൻ നന്ദിയോട് ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന വിഷയം ന്യൂട്രിചാർജ് വെജ് ഒമേഗാനെ പറ്റിയാണ്. എന്തായാലും നമ്മള് ടീച്ചറിന്റെ ക്ലാസ് നമ്മൾ കേട്ടായിരുന്നല്ലോ. നമ്മൾ എല്ലാ സ്ത്രീകളും ഒരു ന്യൂട്രിചാർജ് വെജ് ഒമേഗയും ന്യൂട്രിചാർജ് വുമനും കഴിച്ചിരിക്കണമെന്ന്. അതിനോട് പ്രാധാന്യം, അതിന്റെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ പറയാം, ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജിയും വൈറ്റൽ ന്യൂട്രിയൻസ് ആണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിൽ മാനസികവും ശാരീരികമായ വളർച്ചയ്ക്ക് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ന്യൂട്രീഷൻ. WHO എന്ന് നമുക്ക് പറയുന്നത് നമുക്ക് ഒരു അളവ് പറഞ്ഞു തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് RDA, റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഓരോ ഏജിനും ഡിഫറെന്റ് ആണ് അതിന്റെ വാല്യൂ വരുന്നത്. നമുക്ക് 7 ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് ആണ് ഉള്ളത്. നമ്മൾ 8 ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് ആണ് ഇപ്പൊ നമ്മൾക്ക് ആവശ്യമുള്ളത്. ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വാട്ടർ, പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്, തേർഡ് ഫാറ്റ്, നാലാമത്തെ പ്രോട്ടീന്, പിന്നെ വിറ്റമിൻസ്, പിന്നെ മിനറൽസ്, ഫൈബർ, ഒമേഗ. ഇത് 8 ന്യൂട്രിയൻസ് ആണ് ഉള്ളത്. ആദ്യമായിട്ട് നമുക്ക് വെള്ളം നമുക്ക് ശരീരത്തിൽ എപ്പോഴും നമ്മൾ സാറൊക്കെ പറയുന്നുണ്ടല്ലോ, ഡോക്ടർ രാജൻ സാറും എല്ലാ ലീഡേഴ്സും പറയുന്നുണ്ട് നമുക്ക് വെള്ളം നമ്മൾ ധാരാളം കുടിക്കണമെന്ന്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ 55 to 70% നമ്മുടെ ശരീരം വെള്ളം അത്യാവശ്യമാണ്. അതിൽ കുറഞ്ഞാൽ പോലും നമുക്ക് ഡിസീസ് കൂടുതൽ വരാൻ സാധ്യത കൂടുതലാണ്. അത് 60% ഓഫ് ഡിസീസ് അക്കറ് ചെയ്യുന്നത് നമ്മൾ വെള്ളം കൂടി കുറയുമ്പോഴാണ് ഉണ്ടാകുന്നത്. പിന്നെ രണ്ടാമത് കാർബോഹൈഡ്രേറ്റ്സ്. നമ്മളിപ്പോ കൂടുതൽ നമുക്ക് കാണാമല്ലോ, കൂടുതൽ നമ്മൾ ആൾക്കാർ നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് ഒക്കെ കൂടുതൽ ചോറൊക്കെയാണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പൊ അത് കാരണം എന്താ, ഷുഗർ കൂടുതൽ ഇത് ഉണ്ടാകുന്നു. നമ്മളിപ്പോ കഴിക്കുന്ന ഭക്ഷണം കൂടുതൽ ഷുഗറും ഫാറ്റായിട്ടൊക്കെ മാറി നമ്മുടെ ശരീരത്തിൽ ഡിപ്പോസിറ്റ് ആയി ഇരിക്കുന്നു. അത് ഫാറ്റായിട്ട് മാറി നമ്മുടെ ശരീരത്തിൽ ചില സ്ഥലത്തൊക്കെ ഈ ഫാറ്റി ലിവർ ഒക്കെ ഉണ്ടാകുന്നത് ഈ കൂടുതൽ ഈ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നത് കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. ഈ കാർബോഹൈഡ്രേറ്റ്സ് കൂടി കഴിയുമ്പോൾ അത് എനർജി ആയിട്ട് മാറിയിട്ട് പിന്നെ അത് എനർജി ഫാറ്റ് ആയിട്ട് വേസ്റ്റ് ആയിട്ട് നമ്മൾ ഓരോ ഓർഗൻസിലൊക്കെ ഡിപ്പോസിറ്റ് ആയിട്ടിരിക്കും. അതായത് 9 കിലോ കാലറി ഓഫ് ഫാറ്റ് ചേഞ്ച് ഇൻ ടു 1 gram ഓഫ് ഫാറ്റ് ആയിട്ട് അത് മാറുന്നത്. അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കുറച്ചെങ്കിൽ ഫാറ്റ് കൂടെ നമുക്ക് ഒരു പരിധി വരെ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ അടുത്ത് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ അടുത്ത് പ്രോട്ടീൻ. നമുക്കറിയാമല്ലോ, അത് ബിൽഡിംഗ് ബ്ലോക്ക് ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണെന്ന് പറയുന്നത് പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ നമുക്ക് ബോഡി പെയിൻ ഉണ്ടാകുന്നു, ജോയിന്റ് പെയിൻ ഉണ്ടാകുന്നു, പിന്നെ മൊത്തത്തിൽ ജനറൽ ആയിട്ടുള്ള വീക്ക്നെസ്, പിന്നെ നമ്മുടെ തലമുടി ഒക്കെ പൊട്ടുന്നതൊക്കെ കൂടുതൽ, നഖങ്ങൾ പൊട്ടുന്നത് കൂടുതൽ കാരണം ഈ പ്രോട്ടീന്റെ കുറവുണ്ടാവും. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറയുന്നത് വിറ്റമിൻസ്. നമുക്കറിയാമല്ലോ, വിറ്റമിൻ A, B, C, D, N, K. വിറ്റമിൻ എയുടെ കുറവ് കൊണ്ട് തന്നെ വരുന്ന നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തിയൊക്കെ കുറയുന്നു. വിറ്റമിൻ ബി ഇത് പറയുമ്പം നമ്മുടെ ഡൈജസ്റ്റീവ് ഡിസോർഡർ, നമ്മുടെ ദഹനശക്തിയൊക്കെ കുറയാൻ സാധ്യത വിറ്റമിൻ ബിയുടെ കുറവുണ്ട്. വിറ്റമിൻ സി ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കുറയാൻ സാധ്യത വിറ്റമിൻ സിയുടെ കുറവുണ്ട്. പിന്നെ ഡി, നമ്മുടെ എല്ലും പല്ലൊക്കെ ഇത് ബലക്കുറവ് വരുന്നത് വിറ്റമിൻ ഡിയുടെ കുറവുണ്ടാകും.
അപ്പോൾ വിറ്റമിൻ ഇയുടെ കുറവ് കൊണ്ട് തന്നെ വരുന്ന നമ്മുടെ സ്കിന്നൊക്കെ ഒത്തിരി ഡ്രൈ ആയി, പിന്നെ റിങ്കിൾസ് ഒക്കെ, ചുളിവുകളൊക്കെ ഉണ്ടാകുന്നത് വിറ്റമിൻ ഇയുടെ കുറവ് കൊണ്ടാണ്. വിറ്റമിൻ കെ കുറയുമ്പോൾ നമ്മുടെ ബ്ലഡ് ഒന്നും ക്ലോട്ട് ആകത്തില്ല. അതായത് ബ്ലഡ് ക്ലോട്ട് ആകാതെ വരുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവ് ഉണ്ടായാൽ പോലും അത് ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിന്റെ വിറ്റമിൻ കെയുടെ കുറവ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നെക്സ്റ്റ് വന്ന് മിനറൽസ് ആണ്. മിനറൽസ് വന്ന് പ്രധാനപ്പെട്ട കുറച്ച് മിനറൽസ് വെച്ചാൽ നമ്മൾ അയൺ, കാൽഷ്യം, മെഗ്നീഷ്യം, സിങ്ക് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മിനറൽസ്. ഇപ്പം അയൺ നമ്മൾ അറിയാമല്ലോ, കുറയുമ്പോഴേ നമുക്ക് ന്യൂട്രിചാർജ് മുന്നിലൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ അയൺ കുറയുമ്പോൾ നമ്മൾക്ക് അനീമിയ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ അപ്പടി വളർച്ചയൊക്കെ ഉണ്ടാകുന്നത് ഈ അയണിന്റെ കുറവുണ്ടാകും. അതുപോലെ പിന്നെ കാൽഷ്യം കുറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ നമ്മുടെ ബോൺസ് ഒക്കെ വീക്ക് ആകുന്നു. മഗ്നീഷ്യം കുറയുമ്പോൾ നമ്മുടെ മസിൽ പെയിന് ഒക്കെ ഉണ്ടാകുന്നത്. മസിൽ പെയിൻ ഉണ്ടാകും, കൈക്ക് കാലിനൊക്കെ മരവിപ്പൊക്കെ ഉണ്ടാകുന്നതൊക്കെ നമ്മുടെ മഗ്നീഷ്യം കുറയുന്നതുകൊണ്ടാണ്. പിന്നെ നമുക്ക് സിങ്ക് നമുക്ക് കുറയുമ്പം ആ സിങ്കിന്റെ കുറവ് കൊണ്ട് തന്നെ അവർ സംഭവിക്കുന്ന വെച്ചാൽ അവർ സ്ലോ ആൻഡ് സ്ലഗിഷ് ആയിരിക്കും. അപ്പം എപ്പോഴും അവർക്ക് എല്ലാ കാര്യം സ്ലോ ആയിട്ട് ചെയ്യാനുള്ള ടെൻഡൻസി അവർക്ക് കൂടുതലുള്ളത്. പെണ്ണുങ്ങൾക്ക് നോക്കുമ്പം അവർക്ക് ഹെയർ ഫോൾ ഒക്കെ കൂടുതലുണ്ടാകും. ആണുങ്ങൾക്കാണെങ്കിൽ സ്പേമിന്റെ കൗണ്ട് കുറഞ്ഞു, അതിന് മൊബിലിറ്റി കുറവായിട്ടിരിക്കും. അതുകൊണ്ട് കുറഞ്ഞത് ഒരു 15 mg സിങ്ക് ഒരു ആണിന് വേണമെന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഫൈബർ ആണ്. ഈ ഫൈബർ നമ്മുടെ കൂടുതൽ പച്ചക്കറിയിലും പഴവർഗ്ഗങ്ങളിലാണ് കൂടുതൽ നമുക്ക് ഈ ഫൈബർ നമുക്ക് കിട്ടുന്നത്. അത് നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ കൂടുതൽ ഡൈജഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. അത് കൂടുതൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലാണ് കൂടുതൽ ഫൈബർ ഉള്ളത്. പിന്നെ അത് നമ്മുടെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ശരീരം ആൽക്കലൈൻ ആക്കുന്നു. അപ്പൊ ആൽക്കലൈൻ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ ഒന്ന് കൂടുതൽ വർദ്ധിക്കാൻ സഹായിക്കും. പിന്നെ നമ്മൾ ഇത് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ വരുന്നത് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരുന്നതാണ് ഒമേഗ. ഇവിടെ പറഞ്ഞത് അതൊരു ഫാറ്റി ആസിഡ് ആണ് ഒമേഗ. ഇത് ഫാറ്റി ആസിഡ് ആൻഡ് ഓൾസോ ബേസിക് ഫാറ്റ് മോളിക്യൂൾസ് ആയിട്ട് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടി 3 ടൈപ്സ് ഓഫ് ഒമേഗ ആണുള്ളത്. ഒമേഗ 3, 6 and 9. നമുക്ക് ഒമേഗ 3 ആണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒമേഗ. ഒമേഗ 3 എന്ന് നമ്മൾ അത് പറയുന്നത് മെറാക്കുലസ് എലിമെന്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ അത് ആവശ്യമുള്ളത്. നമ്മുടെ അതിന്റെ ഫങ്ഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സെല്ലാണ് കൂടുതലുള്ളത്. അതായത് 100 to 110 ട്രില്യൺസ് ഓഫ് സെല്ലാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പൊ ഈ ഓരോ സെല്ലും ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു മുട്ട ഇത് എടുക്കാം. അതിന്റെ ഷെല്ല് ഔട്ടർ കവറിങ് എന്തോരം തിക്കായിട്ടിരിക്കുന്നു. അതിന്റെ അതേ പ്രവർത്തനമാണ് ഈ ഒമേഗ 3 ചെയ്യുന്നത്. അത് ഒമേഗ 3യും ഒമേഗ 6 ആണ് നമ്മുടെ ഔട്ടർ കവറിങ് ഷെല്ല് ഉള്ളത്. ഈ ഒമേഗ 3 എന്നാ ചെയ്യുന്ന വെച്ചാൽ അത് അൺവാണ്ടഡ് ടോക്സിക് മെറ്റീരിയൽ വന്ന് ഈ സെല്ലിന്റെ അകത്ത് തൊട്ട് കടക്കാതിരിക്കാൻ അത് സഹായിക്കുന്നു. അപ്പൊ ഒരു ഹെൽത്തി ആയിട്ട് ഒരാള് നമ്മുടെ ഒമേഗ 3 കൂടുതലായിട്ട് സെല്ലിലുണ്ടെങ്കിൽ അവര് ഹെൽത്തി ആയിട്ടിരിക്കുന്ന അതിന്റെ അർത്ഥം. പിന്നെ ഈ ഒമേഗ 3 ആക്ട് ലൈക്ക് സെക്യൂരിറ്റി ഗാർഡ് ഓഫ് ദ സെൽ. ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ ഒരു പ്രവർത്തനമാണ് ഈ ഒമേഗ 3 ചെയ്യുന്നത്. പിന്നെ ഈ ഒമേഗ 3 നമുക്ക് അത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അത് നമ്മൾ ഫുഡിൽ നിന്ന് കിട്ടും. പക്ഷെ ഫുഡിൽ നിന്ന് കിട്ടിയാലും അത് ഒരു കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ നമുക്ക് അത് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ അതിന് നമുക്ക് അതൊരു ഫുൾഫിൽ ചെയ്യുന്ന ശരീരത്തിന് ആവശ്യമായിട്ട് ഉള്ള ഒമേഗ 3 കിട്ടണമെങ്കിൽ നമ്മുടെ ഫുഡ് സപ്ലിമെന്റ് ആയ ഈ ന്യൂട്രിചാർജ് വെജ് ഒമേഗ ഏറ്റവും നല്ല സപ്ലിമെന്റ് ആണ്. നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒമേഗ 3 നമ്മുടെ ശരീരത്തിൽ കിട്ടും. ഇതിന് 1 capsule ഓഫ് ഒമേഗ 1 capsule വന്ന് 420 mg ഓഫ് ഒമേഗ ആണ് നമ്മളിതിൽ മൊത്തത്തിലുള്ളത്. അപ്പൊ അതില് 250 mg ഒമേഗ 3 ആണ് ഇതിൽ ഉള്ളത്. ഇപ്പൊ ഒരു ഹെൽത്തി ആയിട്ട് ഒരാള് 250 milligram ആണ് ഒമേഗ 3 ആവശ്യമുള്ളത്. അപ്പൊ അത് 1 capsule ഉണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ ക്യാപ്സ്യൂൾ എടുക്കുമ്പം നമ്മൾ ചൂടുവെള്ളത്തിലോ ചൂടുള്ള ഭക്ഷണം കഴിച്ചിട്ടോ നമ്മൾ ഈ ക്യാപ്സ്യൂൾ നമ്മൾ ഉപയോഗിക്കരുത്.
അങ്ങനെ ഉപയോഗിച്ചെങ്കിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടായിട്ട് നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കി അത് നമ്മുടെ ഗുണത്തെക്കാളും ദോഷമായിട്ട് ഇത് വരുത്തുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴിക്കുന്ന ഏറ്റവും നല്ലത് ഈ omega-3 ഫാറ്റ്, ന്യൂട്രിചാർജ് വെജ് ഒമേഗ. ഇനി ഇതിന്റെ ഉപയോഗം യൂസ്ഫുൾനെസ് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇത് ഏത് പ്രായത്തിലും ഏത് സ്റ്റേജിലുള്ള ആൾക്കാർക്കും ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അത് നമ്മുടെ സ്പെഷ്യലായിട്ട് നമ്മൾ പറയുമ്പം നമ്മുടെ ഹാർട്ട് ഡിസീസ് പേഷ്യന്റിന് കൊടുക്കാം. പിന്നെ നമ്മുടെ കിഡ്നി പേഷ്യന്റ് ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ കൂടുതലുള്ളത്, അവർക്ക് വരെ നമുക്ക് ഇത് നമ്മുടെ സപ്ലിമെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഷുഗർ പേഷ്യന്റിന് കൊടുക്കാം. അത് A to Z എല്ലാ ആൾക്കാർക്കും കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ. ഹാർട്ട് പേഷ്യന്റ് നമുക്ക് ഇത് പറയുമ്പോൾ നമ്മൾക്ക് ഇന്ത്യയിൽ അറിയാമല്ലോ, ഇപ്പൊ ഒത്തിരി പേര് ആൾക്കാർ മരിക്കുന്നത് നമ്മുടെ ഹാർട്ട് ഡിസീസ് മുഖേന മരിച്ചു പോകുന്നത്. അപ്പം അവർക്ക് അത് 33 lakhs ഓഫ് പീപ്പിൾ വന്ന് മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് മുഖേന. omega-3 എന്നാ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ റിതം ഒന്ന് ബാലൻസ് ആക്കും. അത് ലോ ആയിട്ടിരിക്കുന്നത് ഹൈ ആയിരിക്കുന്നത് ലോ ആക്കും. അത് ലോ ആയാലും ഹൈ ആയാലും അത് ഭയങ്കര ഹാർംഫുൾ ആണ് നമ്മുടെ ശരീരത്തിന്. അപ്പൊ ഇത് ബാലൻസ് ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ. അതുപോലെ പിന്നെ ഈ നമ്മുടെ സ്ട്രക്ചറൽ മസിലിൽ വീക്ക് ആകുന്നു. പ്രായാധിക്യം മൂലം നമ്മുടെ ഹാർട്ട് മസിൽസ് വീക്ക് ആകുന്നു. അതായത് നമ്മുടെ ഏജ് മുഖേനയും പിന്നെ നമ്മുടെ സ്ട്രോക്ക് മനുഷ്യർക്ക് ഉണ്ടാകുന്നില്ല, ആ സ്ട്രോക്ക് മുഖേനയും ഇത് നമ്മുടെ ഹാർട്ട് മസിൽ വീക്ക് ആകുന്നു. അതായത് നമ്മൾ 33 ഏജിന് 35 ഏജ് അബവ് ഉള്ള ആൾക്കാർക്ക് 1% ഹാർട്ട് മസിൽ വന്ന് എപ്പോഴും ഡിക്രീസ് ആകും. അത് കുറയ്ക്കാൻ നമ്മൾ ന്യൂട്രിചാർജ് വെജ് ഒമേഗ ഏറ്റവും നല്ലതാണ്. അതുപോലെ നമ്മൾ ജോയിന്റ് പെയിൻ ഒക്കെ മാറാനും ബോൺസ് ഒക്കെ ഫ്ലെക്സിബിൾ ആകാനും നമ്മുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ നല്ല ഒരു സപ്ലിമെന്റാണ്. പിന്നെ ബോൺസ് ഒന്ന് സോഫ്റ്റ് ആയി ഒടിയുന്നതൊക്കെ ഇത് തടയാനും നമ്മുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ നല്ലതാ. പിന്നെ അത് ഓസ്റ്റിയോപോറോസിസ് എന്നല്ല അതിനെ പറ്റി പറയുന്നത്, ഓസ്റ്റിയോപോറോസിസ് തടയാനും ന്യൂട്രിചാർജ് വെജ് ഒമേഗ നല്ലതാ. പിന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ഒന്ന് നോർമൽ ആക്കാനും ന്യൂട്രിചാർജ് വെജ് ഒമേഗ നല്ലതാണ്. ഇത് ലോ ടു ഹൈ ടു ലോ, അതായത് ബാലൻസ് ചെയ്യാൻ ഷുഗർ ബാലൻസ് ചെയ്യാൻ നമ്മുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ നല്ല. പിന്നെ അത് പാൻക്രിയാസിന്റെ പ്രവർത്തനം അത് ഇൻക്രീസ് ചെയ്യാൻ നല്ലതാണ് നമ്മുടെ ഒമേഗ, ന്യൂട്രിചാർജ് വെജ് ഒമേഗ. പിന്നെ നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആക്കും, അതുപോലെ ഹെൽത്തി ഷൈനി ആക്കും, പിന്നെ റിങ്കിൾസ് ഇല്ലാതൊക്കെ ആക്കും. അതൊരു പോയിന്റ് ആണ്. പിന്നെ നമ്മുടെ ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാനും, അതുപോലെ ഇത് ട്രൈഗ്ലിസറൈഡ്സ് അതും കുറയ്ക്കാനും, പിന്നെ HDL കൂട്ടാനും ഇത് സഹായിക്കും. പിന്നെ വരുന്നതാണ് നമ്മുടെ ഇത് ഹൈ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ നമ്മുടെ വെജ് ഒമേഗ നല്ലതാ. നമ്മൾ കണ്ണിന്റെ പ്രഷർ, അതായത് നമ്മൾ മസിൽ ഡിസ്ട്രക്ഷൻ ഒക്കർ ചെയ്യുന്നതൊക്കെ തടയാൻ സഹായിക്കുന്നു. പിന്നെ നമ്മുടെ കണ്ണിന്റെ ഡ്രൈനെസ്, നമ്മുടെ കണ്ണിൽ വരത്തില്ലോ, അത് ഐനസോ ഡ്രൈ എന്ന് പറയുന്നു, അത് തടയാൻ സഹായിക്കുന്നു. പിന്നെ നമ്മുടെ കണ്ണിൽ ഗ്ലൂക്കോമ എന്ന് പറഞ്ഞു, പ്രഷർ കൂടുമ്പോഴല്ലേ ഗ്ലൂക്കോമ എന്ന് പറഞ്ഞു, അത് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഡിപ്രഷൻ കുറയ്ക്കാനും ആങ്സൈറ്റി കുറയ്ക്കാനും ഇതൊക്കെ സഹായിക്കുന്നു. പിന്നെ പിള്ളേരിലുള്ള ഒരു വൈകല്യം വെച്ചാൽ അറ്റൻഷൻ ഡെഫിഷ്യൻസി ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ കുറയ്ക്കാനും, അത് ഷോർട്ടായിട്ട് പറയുന്നത് ADHD എന്ന് പറയുന്നത്, ആ ഡിസോർഡർ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ. പിന്നെ ഇതിന്റെ അടുത്ത് നമ്മൾ പറയുന്നത് നമ്മുടെ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്നതൊക്കെയാണ് ഞാൻ ഇതിനെ പറ്റി പറയാം. ബെനിഫിറ്റ്സ് നമ്മൾ കുറച്ച് പോയിന്റ്സ് നമ്മൾ കണ്ടായിരുന്നല്ലോ. നമ്മൾ ബ്രെയിനിന്റെ പ്രവർത്തനം കൂട്ടാനും സഹായിക്കുന്നു, പിന്നെ ആങ്സൈറ്റി ഡിപ്രഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു, പിള്ളേരുടെ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ കുറയ്ക്കാൻ സഹായിക്കുന്നു. അത് ബ്രെയിനിന്റെ. കണ്ണിന്റെ ഇത് വെച്ച് ഹൈ ഹെൽത്ത് നമ്മൾ നോക്കുമ്പോൾ അത് ഐസൈറ്റ് ഇംപ്രൂവ് ചെയ്യാനും കണ്ണിന്റെ പ്രഷർ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നു. പിന്നെ ജോയിന്റ് പെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്നു, പിന്നെ സ്റ്റിഫ്നെസ്, പിന്നെ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെ ഹാർട്ട് ഹെൽത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ റിതം ബാലൻസ് ചെയ്യാൻ ഏറ്റവും നല്ലതാ നമ്മുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ.
നമ്മൾ അത് എന്നാ ചെയ്യുന്ന വെച്ചാൽ LDLും ട്രൈഗ്ലിസറൈഡ്സും കുറയ്ക്കുന്നു. പിന്നെ ബ്ലഡ് സ്ട്രോക്ക് പ്രിവെന്റ് ചെയ്യുന്നു. ഫാറ്റ് ഡിപ്പോസിറ്റ് കുറയ്ക്കുന്നു. പിന്നെ ക്ലോട്ടിങ് കുറയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന്റെ പറയാനുള്ളത്. പിന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതാണ് നമ്മുടെ ന്യൂട്രിചാർജ് വെച്ച് ഒമേഗ. ഇൻസുലിന്റെ അളവ് കൂട്ടുന്നു. പിന്നെ നമ്മുടെ പൊണ്ണത്തടി കുറയ്ക്കാൻ ഏറ്റവും നല്ല സാധനമാണ് നമ്മുടെ ന്യൂട്രിചാർജ് വെച്ച് ഒമേഗ. പിന്നെ നമ്മുടെ ഓട്ടോ ഇമ്മ്യൂണി ഡിസീസ് നമ്മൾ പറയത്തില്ല, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സെല്ല് തന്നെ നമ്മുടെ കോശങ്ങൾ നശിപ്പിക്കുന്ന ഒരു രീതി. അത് ഇന്ത്യൻ ആർമി ഫോഴ്സ് വന്ന് ഇന്ത്യൻ പീപ്പിളെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു രീതിയല്ലേ. അത് ആ ഒരു മെക്കാനിസമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അത് തടയാൻ ഇത് സഹായിക്കുന്നു, നമ്മുടെ ന്യൂട്രിചാർജ് വെച്ച് സഹായിക്കുന്നു. പിന്നെ അതുപോലെ റുമൈറ്റഡ് ആർത്രൈറ്റിസ്, അത് സന്ധിവാതം, അതൊക്കെ കുറയ്ക്കാൻ ഇത് ഏറ്റവും നല്ലതാണ് ഈ നമ്മുടെ ഫുഡ് സപ്ലിമെന്റ്. പിന്നെ ഇത് പറയുന്ന റൊമൈറ്റഡ് ആർത്രൈറ്റിസ്, അത് സന്ധിവാതം. പിന്നെ ഇത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ നമ്മുടെ കുടൽ ഉണ്ടാകുന്ന പുണ്ണുകൾ, ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാകുന്ന അൾസറൊക്കെ ഉണ്ടാകുന്ന അതൊക്കെ തടയാൻ നമ്മുടെ ന്യൂട്രിചാർജ് വെച്ച് ഒമേഗ സഹായിക്കുന്നു. പിന്നെ മൂഡ് സ്വിംഗ് ഡിസോർഡർ, അതുപോലെ ഇതും മാഡായിട്ടിരിക്കുന്ന ആൾക്കാർ, ഒത്തിരി അവർക്ക് പരിസരബോധമില്ലാതെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്, അവർക്ക് പുറലോകം ഉണ്ടെന്ന് അവർക്ക് അറിയത്തില്ല, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ന്യൂട്രിചാർജ് വെച്ച് ഒമേഗ. പിന്നെ അതുപോലെ ഞാൻ വേറൊരു കാര്യം പറയുന്നത്, പ്രായാധിക്തമായിട്ടുണ്ടാകുന്നത് ഉള്ള മെന്റൽ ഡിക്ലൈൻ, അതായത് അൾസിമേഴ്സ്, പാർക്കിൻസൺ അസുഖമുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാവുന്ന ഏറ്റവും നല്ല സപ്ലിമെന്റ് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് വെച്ച് ഒമേഗ. പിന്നെ ഇത് പറയുന്നത് നമ്മുടെ സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്നത് ബ്രസ്റ്റ് ക്യാൻസർ, പിന്നെ കൊളൈനർ ക്യാൻസർ ഒക്കെ കൂടുതൽ ഇപ്പൊ നമ്മൾ പൊതുവെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ നമ്മുടെ സപ്ലിമെന്റ് കൊടുക്കുന്നത്, നമ്മുടെ ന്യൂട്രിചാർജ് വെജുമേഗ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇത് പറയുന്നത് ആസ്മ, കുട്ടികളിൽ ഉണ്ടാകുന്ന ആസ്മ, അത് റിഡ്യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ അത് നമ്മുടെ ലങ്സിന്റെ മസിൽ സ്ട്രോങ് ആക്കും നമ്മുടെ ഒമേഗ കഴിക്കുമ്പോൾ. പിന്നെ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ റെഡ്യൂസ് ആൽക്കഹോളിക് ഫാറ്റ്. നമ്മൾ കണ്ടോ, നമ്മൾ ഒത്തിരി പേർക്ക് ഇത് പറയുന്നുണ്ട്, നമ്മൾ ഫാറ്റി ലിവർ ഉണ്ടെന്ന്. സ്ത്രീകൾക്കൊക്കെ അവർ ആൽക്കഹോൾ ഒന്നും കഴിക്കുന്നില്ല, പക്ഷെ എന്നിട്ട് അവർക്ക് ഫാറ്റി ലിവറാണ്. അത് എന്നാന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത്. അത് പ്രിവെന്റ് ചെയ്യാൻ, അതായത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഇല്ലാതെ കുറയ്ക്കാൻ നമ്മുടെ വെജ് ഒമേഗ, ന്യൂട്രിചാർജ് വെജ് ഒമേഗ നല്ലതാണ്. പിന്നെ അതുപോലെ മെൻസുറൽ പെയിൻ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ. അതാണ് നമ്മുടെ ടീച്ചർ നമ്മുടെ അടുത്ത് പറഞ്ഞ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ എല്ലാ സ്ത്രീകളും കഴിക്കണം എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ സ്ലീപ്പ് ഇംപ്രൂവ്മെന്റ് ചെയ്യും. ഈ ഉറക്കമില്ലാത്തവർക്കൊക്കെ വൈകിട്ട് കിടക്കാൻ നേരത്ത് 2 ക്യാപ്സ്യൂൾ കഴിക്കുവാണെങ്കിൽ അവർക്ക് നല്ല ഉറക്കം കിട്ടും, നല്ല സൗണ്ട് സ്ലീപ്പ്. അത് 6 to 8 hours വന്നാണ് പറയുന്നത് നല്ല സ്ലീപ്പ്, നല്ല ഉറക്കം കിട്ടുന്നത്. അപ്പൊ ആ സ്ലീപ്പ് നമുക്ക് കിട്ടാൻ നമ്മുടെ സപ്ലിമെന്റ് സഹായിക്കുന്നു. പിന്നെ അതുപോലെ നമ്മുടെ സ്കിൻ ഹെൽത്തി ആകാനും സോഫ്റ്റ് ആയിട്ട് ആകാനും റിങ്കിൾസ് ഇല്ലാതെ ആകാനും നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ നമ്മുടെ ന്യൂട്രിചാർജ് ഒമേഗ നല്ലതാണ്. പിന്നെ നമ്മുടെ തൈറോയ്ഡ് ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യാനും ഏറ്റവും നല്ലതാണ് നമ്മുടെ സപ്ലിമെന്റ്. പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്നു, ഡാൻഡ്രഫ് ഇല്ലാതെ വരാതിരിക്കാൻ സഹായിക്കുന്നു. പിന്നെ അതുപോലെ ഈ നമ്മുടെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കാൻ നമ്മുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ നല്ലതാണ്. അതൊക്കെ എങ്ങനെ കഴിയും, അത് പ്രിവെന്റ് ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാ വെച്ചാൽ, ഒരു യാത്ര ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് രാവിലെയും വൈകിട്ടുമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 2 days നമ്മൾ ഇങ്ങനെ കഴിക്കുവാണെങ്കിൽ ഈ വോമിറ്റിംഗ് ടെൻഡൻസി നമുക്ക് യാത്ര ചെയ്യുമ്പോൾ വരാതിരിക്കും. പിന്നെ അതുപോലെ നമ്മുടെ പിള്ളേർക്കൊക്കെ ചില പിള്ളേർക്കൊക്കെ മുഖത്തൊക്കെ ഒത്തിരി പിമ്പിൾസ് ഒക്കെ ഉണ്ടാവില്ല. ആ പിമ്പിൾസ് ഒക്കെ വരുമ്പോൾ അത് തടയാൻ അത് പെട്ടെന്ന് മാറാൻ വേണ്ടി ഒരു ടിപ്പ് പറയാം. നമ്മുടെ റൈസ് ബ്രാൻഡ് ഓയിലും ഈ നമ്മുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ പിമ്പിൾസ് മോക്കുരുള്ള ഭാഗത്ത് നമ്മൾ തൂത്തിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അത് കഴുകി കളഞ്ഞെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് അത് കിട്ടും. അത്
അതൊരു നമ്മുടെ ഒരു നല്ലൊരു ടിപ്പാണ്. പിന്നെ ഇത് പറയുന്നത് നമ്മുടെ ഒമേഗ 3 നമ്മൾ ഫുഡിൽ നിന്നൊക്കെ കിട്ടുന്നതൊക്കെ വളരെ സ്മോൾ ക്വാണ്ടിറ്റികൾ കിട്ടത്തുള്ളൂ. അത് നമ്മൾ ഫുഡ് ഏതൊക്കെ ഫുഡ് എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയെങ്കിൽ വാൾനട്ടിൽ നിന്ന് കിട്ടും, മത്തി, ഫ്ലാക്സ് സീഡ്, ഇതൊക്കെ ഒരു സ്മോൾ ക്വാണ്ടിറ്റി നമുക്ക് അതിൽ നിന്ന് നമുക്ക് കിട്ടും. പക്ഷെ ഇതൊക്കെ നമുക്ക് എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായി മൊത്തം എല്ലാ ദിവസവും ഒന്നും നമ്മൾ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് കിട്ടാനും ഭയങ്കര ഹൈ പ്രൈസ് ഒക്കെയാണ്. അപ്പൊ അതിന് പകരം നമ്മുടെ സപ്ലിമെന്റ്, നമ്മൾ ന്യൂട്രിചാർജ് വെജ് ഒമേഗ കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് റിക്വയർമെന്റ്സ് ഒക്കെ ഇത് പൂർത്തീകരിക്കും, ഫുൾഫിൽ ആക്കും. പിന്നെ ഇത് എത്ര എണ്ണ നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആള് ഒരു ക്യാപ്സ്യൂൾ എടുത്തുവെച്ചാൽ മതി. ഹെൽത്തി ആയിട്ടുള്ള ആള് മോസ്റ്റ്ലി ഇപ്പൊ ആരും ഹെൽത്തി അല്ല. ഇപ്പൊ നമ്മുടെ ഫുഡ്, നമ്മുടെ രീതിയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ആരും ഇപ്പൊ ഹെൽത്തി അല്ല. അപ്പൊ അങ്ങനെ ഉള്ളപ്പം നമ്മൾ ഒരു 2 ക്യാപ്സ്യൂൾ, അത് 3 ക്യാപ്സ്യൂൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിപ്പോ ഫസ്റ്റ് 2 months 2 ക്യാപ്സ്യൂൾ, അത് മീൽസിന് ശേഷം 2, വൈകിട്ട് ഒരെണ്ണം ഇത് എടുക്കുന്നത് അത് നല്ലതാണ്. ഇപ്പൊ സീരിയസ് ആയിട്ടുള്ള ഡിസീസ് ഉള്ള ആൾക്കാർക്ക്, അതായത് ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, പിന്നെ ഹാർട്ട് ബ്ലോക്ക് ഒക്കെ ഉള്ളവർക്കും, പിന്നെ കിഡ്നി ഡിസോർഡർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് 3 എണ്ണം ഇത് വെച്ച് കഴിക്കാം. അതായത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, ആ ഒരു രീതിയിൽ നമ്മൾ അങ്ങനെ കഴിക്കാൻ പറ്റും. ഈ അളവ് പറയുന്നത് RDA, ഡെയിലി റെക്കമെൻഡ് ഡെയിലി അലവൻസ് പറയുന്ന ഒരു അളവാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് പിന്നെ കൂടുതലായിട്ട് സിവിയർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക്, കൂടുതൽ സ്വെല്ലിംഗ് ഒക്കെ ടീച്ചർ പറഞ്ഞല്ലോ, അങ്ങനെ കൂടുതലൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ ആ സമയത്ത് നമ്മൾ 6 എണ്ണം ഇത് വെച്ച് കഴിക്കാം. അതായത് ഒരു ദിവസം 6 എണ്ണം, അത് 3 ഓരോ നേരം ഈ 2 വീതം 3 നേരം അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ നമ്മൾ എത്രയും ദിവസം എങ്ങനെ കഴിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. അത് നമ്മൾ ചൂടായിട്ടുള്ള ഭക്ഷണമുള്ള വെള്ളത്തിന് കൊടുത്ത് നമ്മൾ നമ്മൾ സപ്ലിമെന്റ് കഴിക്കരുത്, ന്യൂട്രിചാർജ് വെജ് ഒമേഗ കഴിക്കരുത്. അത് ചൂടായിട്ടുള്ള ഭക്ഷണത്തിൽ കൂടെ വെള്ളത്തിൽ കൂടെ കഴിക്കുമ്പോൾ അത് ഓക്സിഡേഷൻ ആയിട്ട് അത് ശരീരത്തിൽ ദോഷമായിട്ട് ആകുന്ന കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഇത് ആർക്കൊക്കെ കഴിക്കാന്ന് വെച്ചാൽ എല്ലാ ആണും പെണ്ണും കഴിക്കാവുന്നതാണ് നമ്മുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ. അതായത് ഫ്രം ഏജ് 14 മുകളിലുള്ള ആൾക്കാർക്ക് എല്ലാ ആണും പെണ്ണും കഴിക്കാവുന്നതാണ് നമ്മുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ. പിന്നെ നമ്മൾ എത്ര നാൾ കഴിക്കണം എന്ന് ഒരാളെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ആരോഗ്യപരമായിട്ട് എത്ര നാൾ നമ്മൾ ജീവിക്കണം എന്ന് വിചാരിക്കുന്നു അത്രയും നാൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. അത് നമ്മൾ രോഗം വരാതെ നമ്മൾ നല്ലതായിട്ട് ജീവിക്കാം. വേറൊരു ഓപ്ഷൻ മരുന്ന് കഴിച്ചിട്ട് ജീവിക്കുന്നത്. നമുക്ക് ഏതാ വേണ്ടെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഇത്രയും നമുക്ക് വില കുറഞ്ഞ് നല്ല സപ്ലിമെന്റ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഇത് കഴിച്ചിട്ട് ആരോഗ്യപരമായിട്ട് ഇരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അപ്പൊ ഇത് നമ്മുടെ MRP പ്രൈസ് ഇത് പറഞ്ഞെങ്കിൽ, നമ്മുടെ MRP പ്രൈസ് 400 rupees ആണ്. നമുക്ക് ഒരു ID എടുക്കുവാണെങ്കിൽ നമുക്ക് 320 320 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഇതിന്റെ PV 240 ഒരു ഫാമിലി കപ്പിളിനൊക്കെ ആകുമ്പോൾ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനൊക്കെ ആകുമ്പോൾ അവർക്ക് കൊടുക്കുവാണെങ്കിൽ MRP 800 കൊടുക്കാം. ഇപ്പൊ ID ഉള്ള ആൾക്കാർക്കാണെങ്കിൽ 640 കൊടുക്കാം. അപ്പം PV കിട്ടുന്നത് 480 കിട്ടും. അപ്പം ഇത്രയും നല്ല സപ്ലിമെന്റ് നമ്മൾ ഇത് കഴിച്ച് നമ്മൾ ആരോഗ്യമായിട്ട് ഇരുന്ന് നമ്മുടെ പ്രസ്ഥാനം എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മളെ ഓരോരുത്തരും ഓരോ ലെവലിൽ നമുക്ക് എത്താനൊക്കെ സഹായിക്കട്ടെ. എൻ്റെ ഈ ചെറിയ വാക്കുകൾ എല്ലാവരും ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെ ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തിട്ടു നമ്മുടെ രജുൻ സാറിനെയും ഈ പ്രോഗ്രാം കേട്ടിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. JRC.